വ്യത്യസ്ത സാംസ്കാരിക സ്വാധീനങ്ങൾ കൊണ്ട് വൈവിധ്യപൂർണ്ണമായ ഫുഡ് കൾച്ചറുള്ള നാട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ എവിടെയാണെന്ന് ഊഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതെ, ഞാനിന്നൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ്. കബാബ്സി. ഇത് വരുന്നത് ബാംഗ്ലൂർ കോർമംഗല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ടർക്കിഷ് ഒതൻറ്റിക് റെസ്റ്റോറൻ്റാണിത്. ഇവിടുത്തെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ടർക്കിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന ഒരു പ്രതീതിയാണ് എനിക്കിവിടെ ഉണ്ടായത്. വാളിലെല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ ടർക്കിയിലെ ഒരു ക്ലീനറി കൾച്ചറൊക്കെ ഇംപ്രിൻ്റ് ചെയ്തേക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. അവിടെ നമ്മൾ 3 ഭക്ഷണമാണ് ഓർഡർ ചെയ്തത്. ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ കോഴ്സ്, അതുപോലെ തന്നെ ഒരു ഡെസേർട്ട്. സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ സിഹാൻ കബാബ്, അതുപോലെ തന്നെ ആദാന കബാബ്, അത് നമ്മളൊരു മെയിൻ കോഴ്സായിട്ടാണ്. പിന്നെ നമ്മളവിടെ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത് ബക്ലാവ. അത് ബക്ലാവ എന്ന് പറയുന്നത് ഒരു ഓട്ടോമൻ കാലഘട്ടത്തില്ല ബൈസാൻഡിയൻ എംപയറിൽ ഒരു സ്വീറ്റാണത്. വളരെ ലെയേർഡായിട്ടുള്ളൊരു പേസ്ട്രി. അതിൽ ഡ്രൈഡ് നട്ട്സ്, അതുപോലെ തന്നെ ഹണി ഒക്കെ ഫില്ല് ചെയ്ത് വരുന്നൊരു പേസ്ട്രി ആയിരുന്നു. ഇതാണ് നമ്മൾ സിഹാൻ കബാബ്. ഈ സിഹാൻ കബാബിൻ്റെ ഉള്ളിൽ ചീസ് ഫിൽഡായിട്ട് വളരെ സോഫ്റ്റ് ചിക്കനായിട്ടുള്ള, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും സാലഡൊക്കെ വരുന്ന ഒരു ഐറ്റമാണ്. അതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമായിട്ടാണ് തോന്നി. അതുപോലെ തന്നെ ഇത് അദാന കബാബ് ആൻഡ് റൈസാണ്. അദാന മീൻസ് മട്ടൻ. അതുപോലെ തന്നെ ഈ റൈസ് നമുക്ക് ബിരിയാണിയുടെ റൈസ് പോലെ തോന്നുമെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറായിട്ടുള്ള റൈസായിരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതിൻ്റെ ഒപ്പം ഒരു സൂപ്പ് പോലെയുള്ളൊരു ഐറ്റം ഉണ്ട്. അത് നമ്മൾ ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക രുചി ഉണ്ട് അതിന്. അതുപോലെ തന്നെ ബക്ലാവ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള പേസ്ട്രിയാണ്. പ്രൈസ് കുറച്ച് ഹൈ ആണ്, ബട്ട് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. വീണ്ടും കാണുമ്പോൾ ബൈ.